ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു 4-5 വയസ്സൊക്കെയുള്ള ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കോട്ടൺ അണ്ടർവെയർ തയ്ച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി നമ്മളൊരു ചുരിദാറിൻ്റെ പാൻറ് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കണ്ടോ, ഈ ഒരു തുണി നമ്മൾ സാധാരണയായി മാർക്കിംഗ് ഒക്കെ ഉൾവശത്താണ് ചെയ്യാറ്. എന്നാൽ നിങ്ങൾക്കിത് നല്ല ക്ലിയറോടുകൂടി കാണുവാൻ വേണ്ടി മാത്രം നമ്മളിത് നല്ല വശത്ത് മാർക്ക് ചെയ്യുന്നു. നമ്മൾ നേരെ തുണിയെ നേരെ ഇതുപോലെ മടക്കി വെക്കുന്നു. ഈ ഒരു തുണിയുടെ നമ്മൾ ഇറക്കം നമ്മൾ 9.5 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്തത്. 9.5 ഇഞ്ച്. അതുപോലെ തന്നെ ഇതിൻ്റെ നീളം നമ്മൾ എടുക്കുന്നത് 15.5 ഇഞ്ചാണ്. കണ്ടോ, 15.5 ഇഞ്ചിലാണ് നമ്മളിതിൻ്റെ നീളം എടുക്കുന്നത്. നമ്മളിതിൻ്റെ ലൂസിന് വേണ്ടി എടുക്കുന്നത് 15.5 ഇഞ്ചിലാണ്. ഇറക്കം എടുത്തത് 9.5 ഇഞ്ചാണ്. ഇനി നമ്മളിതിനെ നേരെ വീണ്ടും ഇതുപോലെ മടക്കുന്നു. കണ്ടോ, ഇതുപോലെ മടക്കുന്നു. ഇനി നമ്മൾ ഇവിടെ മുകളിൽ ഒരു 1 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇത് നമുക്ക് ഇലാസ്റ്റിക് തയ്ച്ചെടുക്കാനുള്ള തുന്നത്തുണിക്ക് വേണ്ടിയുള്ളതാണ്. ഇലാസ്റ്റിക്കിനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള തുന്നത്തുണിക്ക് വേണ്ടിയാണ്. 1 ഇഞ്ച് മാത്രമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ 4 ഇഞ്ച് ഇലാസ്റ്റിക്കാണ് നമ്മൾ ഇതിന് വേണ്ടി കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് താഴോട്ടേക്ക് ഒരു 4 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നമ്മളൊരു 1.5 ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കേട്ടോ, എന്നിട്ട് ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ആ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരഞ്ഞെടുക്കുന്നു. കേട്ടോ, ഇതുപോലെ വരഞ്ഞെടുക്കും. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. കേട്ടോ, ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗം, നമ്മളിത് നല്ല വശമാണ്. കണ്ടോ, ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് മാത്രം നമ്മൾ അല്പം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക് പീസിൽ ചെയ്യുന്നില്ല. ഫ്രണ്ട് ഭാഗത്ത് വരുന്ന പീസിന് മാത്രം അല്പം ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്ത് മാറ്റുന്നു. നമുക്കിത് ഫ്രണ്ട് ഭാഗം കണ്ടോ, ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ്. നമ്മൾ കണ്ടോ, ഒരു 1/4 ഇഞ്ചിൻ്റെ ഷേപ്പ് മാത്രമാണ് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട് വശം, അതുപോലെ തന്നെ ഇത് നമ്മുടെ ബാക്ക് വശം. അപ്പം നമ്മുടെ ഈ കട്ടിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളിത് ഈ ഒരു ഭാഗത്ത് ആദ്യം ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു. ഇത് നമുക്ക് ഇവിടെ ഒന്ന് അല്പം തിക്ക് കിട്ടുവാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ ഒന്ന് നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ഈ 2 സൈഡിൽ നമുക്ക് പീസ് കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു പീസ് നിങ്ങൾക്ക് സെയിം കളറിൽ തന്നെ കിട്ടുവാണെങ്കിൽ, സെയിം തുണിയിൽ തന്നെ കിട്ടുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ ഇതിന് വേറൊരു ഡിസൈനുള്ള ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഭംഗി കൂട്ടിയെടുക്കാൻ കഴിയും. അതിനു വേണ്ടിയാണ് അങ്ങനെ കളർ ചേഞ്ച് ചെയ്ത് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു തുണിയെ ഇതുപോലെ ഉൾവശം കണ്ടോ, ഉൾവശത്ത് ഇതുപോലെ വെക്കുക. കണ്ടോ, ഉൾവശത്തു നിന്നാണ് നമ്മൾ വെക്കുന്നത്, സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഇതുപോലെ ഈ ഒരു പീസ് നമ്മൾ 1.5 ഇഞ്ച് വീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്നു. ഇത് നിങ്ങൾക്ക് ക്രോസിലും നിങ്ങൾക്ക് മടക്കി തയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കിത് ക്രോസിൽ എടുക്കാവുന്നതാണ്. നമ്മൾ ചെക്ക് പീസൊക്കെ ആണെങ്കിൽ, ചെറിയ ചെറിയ കള്ളികളൊക്കെയുള്ള പീസൊക്കെ ആണെങ്കിൽ അത് ക്രോസിലെടുത്താൽ നിങ്ങൾക്ക് നല്ല ഭംഗിയോടുകൂടി ഈ ഒരു ഭാഗം തയ്ച്ചെടുക്കാൻ കഴിയും. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇതിനെ നല്ലവണ്ണം ഒന്ന് ഇതുപോലെ നഖം വലിച്ച് കണ്ടോ, ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കും. കണ്ടോ, ഇനി ഇതിനെ ഈ ഒരു ഭാഗത്തെ നമ്മൾ ആദ്യം ഒരു ചെറിയൊരു മടക്ക് കൊടുക്കുന്നു. വീണ്ടും നമ്മളൊരു മടക്ക് കൂടി മടക്കി ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പീസിനെ കവർ ചെയ്തുകൊണ്ട് ഇതുപോലെ വെച്ച് ഇവിടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ മടക്കി കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇത് ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യ ഭാഗം ചെയ്തതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കറക്റ്റ് ആദ്യം നമ്മളൊരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഈ ഒരു പീസിന് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നു.
കണ്ടോ, ഇതുപോലെ കറക്റ്റ് വെച്ചുകൊണ്ട് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യും. ഇനി നമ്മൾ ഈ ഒരു പീസിനെയും ഈ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക. കണ്ടോ, നഖം വലിച്ച് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗവും നേരത്തെ മടക്കി സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ രണ്ട് ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ പിടിക്കുന്നു. കേട്ടോ, നമ്മുടെ നല്ല ഭാഗം ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ, ഉൾവശമല്ല നല്ല ഭാഗം ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ചുകൊണ്ട് ഈ ഒരു സൈഡിൽ കൂടി ഒരു പോയിന്റ് വീതിയിൽ ആദ്യം ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. നല്ല വശമാണ് കൊടുക്കേണ്ടത്, അത് ശ്രദ്ധിച്ച് ചെയ്യണം. നല്ല വശത്താണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുന്നത്. ഒരു പോയിന്റ് വീതിയിൽ മാത്രമാണ് നമ്മളിവിടെ സ്റ്റിച്ചിങ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും കറക്റ്റ് പിടിച്ചുകൊണ്ട് കണ്ടോ, ഇവിടെയും ഒരു പോയിന്റ് വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ നേരെ ഇതുപോലെ ഉൾവശത്തേക്ക് മറിച്ചിടുന്നു. കണ്ടോ, മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗമില്ലേ, നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ വെച്ച ശേഷം ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിൽ കൂടി നേരെ ഇതുപോലെ മടക്കി ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. കണ്ടോ, ഇവിടെ ഒരു 1/4 ഇഞ്ച് വീതി ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ നല്ല വശം കണ്ടോ, ആ ഒരു നമ്മുടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പീസിൻ്റെ ഉൾവശത്തുള്ള ആ ഒരു ഭാഗമൊക്കെ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ല വശം നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടും. ഉൾവശത്ത് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സൈഡിലുള്ള പീസ് സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വരുന്ന ഭാഗം വലിഞ്ഞു പോകാതെ, നൂലുകളൊന്നും വലിഞ്ഞു പോകാതെ നിൽക്കും. നല്ല വൃത്തിയോടുകൂടി തന്നെ എല്ലായ്പ്പോഴും അതവിടെ അങ്ങനെ തന്നെ നല്ല വൃത്തിയോടുകൂടി കിട്ടും അങ്ങനെ സ്റ്റിച്ചിങ് ചെയ്താൽ. ഇനി നമുക്ക് വേണ്ടത് ഇലാസ്റ്റിക് ആണ്. നമ്മളൊരു 1/4 ഇഞ്ച് ഇലാസ്റ്റിക് ആണ് എടുത്തത്. അതുപോലെ തന്നെ 17 ഇഞ്ചാണ് ഇതിൻ്റെ നീളം നമ്മൾ എടുക്കുന്നത്. 1/4 ഇഞ്ച് ഇലാസ്റ്റിക് ആണ്. ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ വീതിയിലുള്ള ഇലാസ്റ്റിക് ആവശ്യമില്ല. ഇനി നമ്മൾ ഇതുപോലെ ഇലാസ്റ്റിക്കിനെ നേരെ ഇതുപോലെ വെച്ചുകൊണ്ടൊന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, നല്ലവണ്ണം ഒന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ജോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക്കിനെ നമ്മൾ കണ്ടോ 1 ഇഞ്ച് വീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇലാസ്റ്റിക്കിന് വേണ്ടി. ആ അളവിൽ നമ്മൾ ഉൾവശത്തേക്ക് റൗണ്ടിൽ ഇതുപോലെ മടക്കിയെടുക്കുക. മടക്കി പ്രസ് ചെയ്ത് വെക്കുന്നു. കണ്ടോ, ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മടക്കി നഖം വലിച്ചുകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഇലാസ്റ്റിക് തയ്ക്കാൻ ഇതുപോലെ ഇലാസ്റ്റിക്കിനെ ഉള്ളിലേക്ക് വെച്ചുകൊണ്ട് ഇതിനെ ഇതുപോലെ ഈ ഒരു പീസിനെ ഇതുപോലെ കവർ ചെയ്യുന്നു. ഇലാസ്റ്റിക്കിനെ കവർ ചെയ്തുകൊണ്ട് ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുന്നു. ഈ ഒരു സ്റ്റിച്ചിങ് ടൈമിൽ നിങ്ങൾ ഇലാസ്റ്റിക്കിൽ നമ്മുടെ സ്റ്റിച്ചിങ് തട്ടാത്ത രീതിയിൽ കറക്റ്റ് ഉള്ളിലേക്ക് ഇലാസ്റ്റിക്കിനെ കയറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. റൗണ്ടിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. ഉണ്ടോ, ഇതുപോലെ ഇലാസ്റ്റിക്കിന് ഉള്ളിലേക്ക് കറക്റ്റ് കയറ്റി വെക്കുക. ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ ഈ ഒരു ടൈമിൽ സ്റ്റിച്ചിങ് തട്ടുവാൻ പാടുള്ളതല്ല. ഉണ്ടോ, ഇതുപോലെ കറക്റ്റ് ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരുപോലെ മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, ഇത് നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കണ്ടോ, അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.